ഇപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പിന്നീട് ചേർക്കപ്പെട്ട ഒരു വേർഡാണ് ഈ സെക്യുലറിസം എന്ന്. കാരണം നമ്മുടെ ഇന്ത്യയില് അത്രയും അധികം മതങ്ങളിലും അവരൊക്കെ ഒരു യുണൈറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതിലേക്ക് മതം കൂടെ കൂടി ചേർത്തപ്പോഴാണ് ഈ മതങ്ങളും തമ്മിലുള്ള ഈ തമ്മിലടി എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ മതപരമായ വിഷയം ഈ രാജ്യത്ത് ബിഫോർ ഇൻഡിപെൻഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലെന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. അതിപ്പം ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇപ്പൊ ഇന്ത്യ വിടുക, ഇന്ത്യ പുറത്തെ ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ ഒരു മതം എന്ന് ക്ലെയിം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ബുദ്ധ കമ്മ്യൂണിറ്റീസ് ജീവിക്കുന്ന സ്ഥലത്ത്. മ്യാൻമാറിൽ പോലും റോഹിംഗ്യൻസും ബുദ്ധ സന്യാസിമാരും തമ്മിൽ ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും റിലീജിയസ് കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നേ ഒരു തരത്തിൽ മാറ്റി ഇസ്രായേലിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥ നോക്കുമ്പോൾ പല പൊളിറ്റിക്കൽ പാർട്ടീസും റിലീജിയനും കൂടെ ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്നു തോന്നുന്നുണ്ടോ? ഇച്ചിരി ഇന്ത്യയുടെ കൺസെപ്റ്റിലേക്ക് 2014 ശേഷം ഇന്ത്യയിൽ എത്ര റിലീജിയസ് ആയിട്ട് നടന്നിട്ടുണ്ട്? ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തൊരു നരേന്ദ്രമോദി എത്ര പള്ളികൾ, ഏതെങ്കിലും പള്ളി ആക്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനി പിടിച്ചിട്ട് പറയുന്നുണ്ടോ നീ പ്രാർത്ഥിക്കണ്ട, നീ നിസ്കരിക്കണ്ട? പക്ഷെ ആ സമയത്ത് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ആയത് ഒന്നാണ് നമ്മുടെ ബാബരി മസ്ജിദ് ഡിമോളിഷന്. ലൈക്ക് രാം ടെമ്പിൾ പണിയാൻ വേണ്ടിയിട്ട് എന്താണ് അപ്പോഴും എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തത് ഈ മുസ്ലിംസുകളുടെ എതിരെയാണോ എന്നുള്ള രീതിയിലേക്ക് ഒരു ക്ലാരിറ്റി വരുത്താനുണ്ട്. എന്താ ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടു എന്നാണോ, അതില് വരാൻ വേണ്ടിയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണോ? ലൈക്ക് ആ ജഡ്ജ്മെന്റ് ഇപ്പൊ രാം ടെമ്പിൾ വന്നു എന്നുള്ള വരാൻ ലൈക്ക് പണിയാം എന്നുള്ള രീതിയിൽ ജഡ്ജ് വന്നല്ലോ. പക്ഷെ ആ സമയത്ത് ലൈക്ക് സിറ്റിസൻസിൻ്റെ ഉള്ളിലും മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലും വന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിനെ അടിച്ചമർത്തുന്ന രീതിയിൽ ഇനി ഇവർ വരുമോ എന്നുള്ള ഒരു ഭയമായിരുന്നു. അത് നമ്മളിപ്പം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു, അതിന് മുന്നേ ബേസിക്കലി അതിന് ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാമ ജന്മക്ഷേത്രം നിലനിന്നിടത്ത് ബാബർ വന്നു, അവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. പിന്നെ അതിൽ തുടങ്ങിയ ആ തർക്കം പിന്നെ അത് അനുകൂലമായി അതിലൊരു റിലീജിയൻ, അത് ഭയങ്കര ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് ആണ്. വർഷങ്ങൾ കൊണ്ടേ നടന്നു വരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. അത് പിന്നെ കോടതിയിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു. പിന്നെ അതിനുശേഷം കോടതിയുടെ പെൻഡിങ്ങിലുള്ള മാറ്ററിൽ കോടതി വിധി പറഞ്ഞു. കോടതി ഒരു വിധി പറഞ്ഞു, അവിടെ രാമക്ഷേത്രം അതുപോലെ ലോകത്തിലെ ഏറ്റവും അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു പള്ളിയും കൂടിയിട്ട് അവിടെ ഉയരുന്നുണ്ട്. അതേപ്പറ്റിയിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല. ആ ഒരു ഇപ്പൊ നമ്മൾ അയോധ്യയിൽ പോയി നോക്കണം, അവിടുത്തെ അമ്യൂണിറ്റീസ് എല്ലാ തരത്തിലും നമ്മളൊരു നോക്കും. നമ്മളിപ്പോൾ എന്താ ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും ഇത് തന്നെയെന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് പോസിറ്റീവ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആണ് അതിനകത്തിൽ. അതുകൊണ്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഇത് പോയിന്റ് ഔട്ട് ചെയ്തതിനകത്തിൽ ഒന്നും ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഏതാണ്ടൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്ന് വിശേഷിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇവർ കഴിഞ്ഞ 25 വർഷമായിട്ട് സെക്യുലാരിസം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ സാധാരണക്കാരൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്ര ഇവർ ഭരിക്കുവാണല്ലോ, ഇവർ ചെയ്ത വെൽഫെയർ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? 1 രൂപ പോലും സെൻട്രൽ ഫണ്ട് ഇല്ലാതെ നടത്തിയിട്ടുള്ള വെൽഫെയർ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? നോക്കൂ, നമ്മുടെ ഏതൊരു പണ്ട് മഹാഭാരതത്തിൽ, ഇപ്പം മഹാഭാരതം ഞാൻ ഉദാഹരിക്കുന്നുണ്ട്, വേറെ ആംഗിൾ അതിനകത്തിൽ കാണരുത്. എപ്പോഴാണ് ഒരു നല്ല ഉത്തമമായ ഒരു ഭരണം എപ്പോഴാണ് ഒരു സ്ഥലത്തുണ്ടാവുന്നത് എന്നത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. സർവാഭരണ വിഭൂഷിതയായിട്ട് ഒരു സ്ത്രീക്ക് സ്വൈര്യവിഹാരം ഒരു രാജ്യത്തുകൂടി നടക്കാൻ എപ്പോൾ സാധിക്കുന്നു? ഏത് രാത്രിയിലാണോ പകലാണോ? അപ്പോഴാണ് അതൊരു ഉത്തമമായ ഭരണമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ നമ്മുടെ അമ്മമാർ കിടക്കുന്ന നോക്കും, തല മുണ്ടനം ചെയ്യുകയാണ്. ഇത് ഈ ഒരു അളവ് പോലും മാത്രം വെച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഇതാണ്. ഒന്നും വേണ്ട, പാവപ്പെട്ടവനാണ് ഈ പാർട്ടീനെ ഉണ്ടാക്കിയത് എന്നാണ് അവർ പറയുന്നത്. പാവപ്പെട്ടവൻ എന്താ ചെയ്തു കൊടുത്തിരുന്നത്?